Hello friends, welcome back to our channel Amki Diaries. കാസർഗോഡ് ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ടെമ്പിൾ മധൂരില് ഉത്സവം ബ്രഹ്മകലശം മൂടപ്പ സേവ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ കുറച്ചെടുത്ത വീഡിയോസ്, പില്ലേഴ്സ് ഒക്കെ കാസർഗോഡ് വലിയ പില്ലേഴ്സ്, അതിൻ്റെ കുറച്ച് വീഡിയോ. പിന്നെ നിങ്ങൾ അമ്പലത്തിലോട്ട് കാസർഗോഡ് മധൂർ ഏത് വഴിയിൽ വരുന്നുണ്ടെങ്കിൽ ഫുൾ ഡെക്കറേഷൻസ് ചെയ്ത് അടിപൊളിയാണ് കാണാൻ. പകലിങ്ങനെ ജസ്റ്റ് ഡെക്കറേഷൻസ് മാത്രം കാണാം, പക്ഷെ ലൈറ്റിങ്സ് ഒക്കെ രാത്രി കാണണം. പിന്നെ ഇതുപോലെ എൻട്രൻസ് എല്ലാ സ്റ്റോപ്പിലും ചെയ്തിട്ടുണ്ട്, വെൽക്കം വേ. അത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിപ്പോ ചൗക്കി റൂട്ടിലും നിങ്ങൾക്ക് കാണാം എൻട്രൻസ് ഡിസൈൻ. പിന്നെ ഇത് ഭഗവതി നഗർ ഉള്ളത്തടുക്ക ആ റൂട്ടിലും ഫുൾ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് വ്യൂ കാസർഗോഡ് നിന്ന് മധൂർ റൂട്ടിൽ മധൂർ ടെമ്പിൾ വരെ ഫുൾ ഇതുപോലെ ലൈറ്റിങ്സ് ഉണ്ട്. നല്ല രസമുണ്ട്. അത് വേറെ വേറെ കളർഫുൾ ലൈറ്റ്സ്. ഇവിടെ ഇപ്പോൾ യെല്ലോ കളേഴ്സ് ലൈറ്റ് ആയെങ്കിൽ കുറച്ച് മുമ്പിൽ വേറെ വെറൈറ്റി ഓഫ് കളേഴ്സ്. പിന്നെ എല്ലാ സ്റ്റോപ്പിലും ഇതുപോലെ ഒരു എൻട്രൻസ് ചെയ്തിട്ടുണ്ട്. കുറച്ചെടുത്ത് ഇങ്ങനെ സൈഡ് വൈസ് ലൈറ്റ് ആയാലും കുറച്ചെടുത്ത് മേലെ ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ചില സ്റ്റോപ്പില് ഇങ്ങനെ ഗണപതി അതുപോലത്തെ എല്ലാം ചെറിയ ചെറിയ സ്റ്റാച്ചു പോലത്തെ അങ്ങനത്തെ ഒക്കെ ചെയ്തു. നല്ല രസമാണ് കാണാൻ. ഇവിടെ ഇങ്ങനെ ഈ ടൈപ്പിന്റെ എൻട്രൻസ് ചെയ്തിട്ടുണ്ട്. ഇത് വിവേകാനന്ദ നഗർ. ഇവിടെ മേലെ ലൈറ്റിങ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേറെ വേറെ ടൈപ്സ് ഓഫ് ലൈറ്റിങ്സ് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോ മധൂർ അമ്പലം എത്താറാവുമ്പോ, പറക്കിലാട് എത്താറാവുമ്പോ എടുത്ത വീഡിയോ ആണ്. ഇവിടെ ഫുള്ള് നല്ല രസമാണ് കാണാൻ. ഓൾറെഡി ബ്ലോക്ക് ഒക്കെ സ്റ്റാർട്ടായി. ഇനി അങ്ങോട്ടേക്ക് വണ്ടി പോയാൽ ബ്ലോക്ക് ആവും. ആക്ച്വലി ഇവിടെ ഇതിൻ്റെ അകത്തൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എന്താ ഈ പറക്കില മഹാദേവ അമ്പലത്തിന്റെ അകത്താണ് പാർക്കിംഗ്. മധൂർ അമ്പലത്തിന്റെ പുറകുവശത്തായിട്ട് വരും. അപ്പൊ ഞങ്ങൾ ഇതിലേ പോയാല് പാർക്കിംഗ് വെച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നാൽ മതി, 5 മിനിറ്റ്സ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറെ നടക്കേണ്ടി വരും. 10 വരെ റോഡുണ്ട്. ഇവിടെ നോക്ക്, ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്, കാർ പാർക്കിംഗ്. കുറച്ച് ഉള്ളിലോട്ട് വരാനുണ്ട്, എന്നാലും ലൈറ്റ് പിന്നെ വേ എല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് നോക്ക്, എത്ര സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പാർക്കിങ്ങിന്റെ സ്വയം സേവകർ, വോളണ്ടിയേഴ്സ്, അവര് പറഞ്ഞു തരും. പിന്നെ വരുന്ന വഴിയിലൊക്കെ അപ്പൊ ഞങ്ങക്ക് മധൂരിലോട്ട് വരുന്ന ആൾക്കാർ ഈ പാർക്കിങ്ങിലോട്ട് വന്ന് നടന്ന് പോയാൽ ഈസി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നടക്കേണ്ടി വരും. പൊടിയും വണ്ടിയും സ്ഥലവും ഇല്ല നടക്കാൻ. വരുന്ന വഴിയിൽ ഫുള്ള് ഇങ്ങനെ ഡെക്കറേഷൻസ് ലൈറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് വരുമ്പോ മനസ്സിലാവും. ഞങ്ങൾ ഇങ്ങനെ പാർക്കിങ്ങിലായിട്ട് നടന്നു പോവും. പറന്നു പോവും. അത് ഇയാള് പറന്നു പോവും, പിന്നെ എല്ലാവരും നടന്നു പോകും. ഇതൊക്കെ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ നിങ്ങക്ക്? കുറച്ച് നടക്കാനുണ്ട് ഫ്രണ്ട്സ്, എന്നാലും ഉള്ളിയത്തടുക്കെന്ന് വെച്ചിട്ട് വരുന്നേക്കാളും ബെറ്റർ അല്ലേ? ഇവിടെ ഉണ്ടല്ലേ ഡെയിലി പോകുന്നുണ്ടായി, പക്ഷെ ഒരു വീഡിയോ എടുത്ത് തന്നിട്ടില്ല ഞങ്ങൾക്ക്. ഞാനിപ്പോ വന്നിട്ട് വീഡിയോ എടുക്കുന്നത്.
പിന്നെ ഞങ്ങൾ നേരെ ഭോജനശാലയിലോട്ട് പോയി. 2 ടൈപ്പിലും അന്നപ്രസാദം കിട്ടും. ഒന്ന് ലൈക്ക് ഇരുന്ന് ഫുഡ് അങ്ങനെയുണ്ട് അന്നപ്രസാദം. പിന്നെ ബഫേ സിസ്റ്റം വേണ്ടവർക്ക് ബഫേ സിസ്റ്റമും ഉണ്ട്. ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. പിന്നെ എല്ലായിടത്തുള്ള ഒരു ബെസ്റ്റ് സംഭവം ഈ ഫാന്. നല്ല കാറ്റ്. ഒരു ചൂടെടുക്കുന്നതിനിപ്പോ ബെസ്റ്റ് ഒരു സംഭവമാണ് ആ ഫാൻ. എവിടെ പോയാലും സ്റ്റേജ് പ്രോഗ്രാമിന്റെ അവിടെ, ഫുഡ് കഴിക്കുന്ന അവിടെ എല്ലായിടത്തും ആ ഫാൻ നിൽക്കുന്നത്. പിന്നെ ഞങ്ങളന്ന് എവറിഡേ വേറെ വേറെ ലൈക്ക് പാൽ പായസം, ചക്ക പായസം, അങ്ങനെയൊക്കെ, പുളിശ്ശേരി, ദാൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നും കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ನಮ್ಮ ಮನೆಯ ಮಕ್ಕಳಿಗೆ ಭಜನೆಯ ಸಂಸ್ಕಾರ ಸಿಗಬೇಕಲ್ಲ, ಅದನ್ನ ಕೊಡುವಂತ ಕೆಲಸಗಳನ್ನ ನಮ್ಮ ದೇವಸ್ಥಾನಗಳ ಜಾತ್ರೆಗಳು, ಮೆರವಣಿಗೆಗಳು ಮಾಡ್ತಾ ಇದೆ ಅನ್ನುವುದನ್ನ ನಾವು ಬಹಳ ಸಂತೋಷದಿಂದ ಒಪ್ಪಿಕೊಳ್ಳಬೇಕು. ನಮ್ಮ ದೇಶದಲ್ಲಿ ಭಜನೆಗೆ ಇರುವಂತ